എന്താ ഇപ്പം നിങ്ങൾ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണേ? എനിക്ക് പോണ്ടേ? എനിക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. സമയം എത്രയായി? ഞാനേ മോളൊന്ന് ഡിസ്ചാർജായി പോയിഞ്ഞല്ലോ, ബാക്കിയുള്ള മരുന്ന് അങ്ങാണ്ട് ഇനി വാങ്ങാൻ വന്നാ. അപ്പം നിങ്ങളെ കാണുകയാണെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. അതങ്ങോട്ടുണ്ടോന്ന് ആരും കാണാതെ. ഓള് പെറ്റെടുക്കാണ്, പക്ഷെ 24 മണിക്കൂർ മരുവനാർന്ന് നീച്ചു വരുന്നില്ല. അപ്പം എനിക്കൊരു ഇടങ്ങേറ്. പെറ്റെടുക്കണോടത്ത് ആണുങ്ങൾ അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ? 40 കഴിയാതെ ആണുങ്ങൾ നമ്മൾ അങ്ങോട്ട് അടുപ്പിച്ചൂല. ഇതിപ്പോൾ 90 കഴിഞ്ഞിട്ട് ഓലെ പെരേക്ക് കൊണ്ടുപോകല്. അതെന്താ നമ്മളങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ വെച്ചാൽ അങ്ങനെയാണല്ലോ നമ്മളെ നാട്ടു നടപ്പ്. അതിൻ്റെ ഇട ഇവിടെ ഇങ്ങനെ അവിടെ വന്ന് നിന്നാലെങ്ങനെ? നിങ്ങൾ ഓനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആദ്യമൊക്കെ ഓഫീസ് പൂട്ടിയിട്ട് ഒരു 5 മണിയാകുമ്പോൾ അവിടെ വന്നിട്ട് പിന്നെ 9:30 10 മണിയാകുമ്പോൾ അവനോട് പോവും. അപ്പം അങ്ങനെയല്ല, അപ്പം ഫുള്ള് ആടെ തന്നെ ഡോക്ടറെ. അവിടെ വരുന്നോണ്ടല്ല, അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള മനുഷ്യന്മാർ കണ്ടാത്ത വിചാരിച്ച പെറ്റെടുക്കണ പെണ്ണീൻ്റെ അടുത്ത് അങ്ങനെ പുതിയാപ്പിളയും വന്ന് തിരിക്കുക. പെറ്റെടുക്കണടുത്ത് അങ്ങനെ വന്ന് നിൽക്കണേ നമ്മളെ ഇതിന് ചേർന്നല്ല കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങളെ സ്റ്റാഫ് തന്നെയാണല്ലോ, അപ്പം നിങ്ങൾ പറയാലോ. ഞാൻ പറഞ്ഞാൽ കുടുംബകലഹാവും. അല്ല താത്തെ, ഈ കുട്ടി ഓളത് മാത്രമല്ലല്ലോ, ഓൻ്റെതും അല്ലേ? പകുതി അല്ലേ ഇത്? രണ്ടാൾ ചേരാതെ ഈ കുട്ടി ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ലല്ലോ. പിന്നെ അതിന് ഓൻ വന്നിട്ട് ഓൻ്റെ കുട്ടീനെ നോക്കുന്നു, ഓൻ്റെ ഭാര്യനെ നോക്കുന്നു, ഭാര്യക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു, കുട്ടീനെ നോക്കാനും. അതുപോലെ തന്നെ ഭാര്യ ഉറങ്ങുമ്പോൾ കുട്ടീനെ നോക്കുന്നുണ്ടാവും. കുട്ടീൻ്റെ ബാക്കി കാര്യങ്ങളും കുട്ടിക്ക് വേണ്ടതും ഭാര്യക്ക് വേണ്ടതുള്ള ഓൻ ചെയ്തു കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ഇപ്പം പ്രശ്നം? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഭാര്യമാർ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നതും. ഭർത്താവ് വന്നിട്ട് പ്രസവിച്ച് കിടക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നു, ഇത്രയും ശ്രദ്ധയോടെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നു. നല്ലൊരു ഭർത്താവിൻ്റെ ഒരു ഗുണമല്ലേ അത്? നിങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെ. ഓൻ്റെ കുട്ടി തന്നെ ഓൻ വന്ന് നോക്കണേൽ നമുക്കും സന്തോഷം തന്നെ ഉള്ളൂ. ഓക്കും സന്തോഷമായിരിക്കും, കുട്ടിക്കും സന്തോഷമായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളെ പോലത്തെ തള്ളാർക്ക് ചെറിയൊരു ബേജാറുണ്ടാവും. അത്രേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കുടുസ് ചിന്താഗതി തന്നെ ഇപ്പോഴും.